ആലപ്പുഴ ജിംഖാന ഇന്ന് റിലീസായി. തിയേറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് ബെറ്റർ റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും വരുന്ന ആഴ്ചകളിലെല്ലാം നിങ്ങളുടെയും എല്ലാവരുടെയും ഹെൽപ്പും സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ഇതേപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ താങ്ക് യു. സിനിമ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്രൂ എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. പ്ലീസ് ഗോ ഹെഡ്. Yes. ഞാൻ സിനിമ കണ്ടിട്ടില്ല. തല്ലുമാലയ്ക്ക് ശേഷം ഒരു ബോക്സിംഗ് സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ തല്ലുമാല പ്രേക്ഷകർ അത്രമാത്രം ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്തൊരു സിനിമയാണ്. ഇത്തരം ഒരു സബ്ജക്റ്റാണ് കാലത്തിന് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നത്, എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും. ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 7 മണിക്കാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് വരുമ്പോൾ എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും, ഒരു ഭയപ്പാടുണ്ടായിരുന്നു. സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റുകൾ എല്ലാവരോടും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും, ഒരു സ്പോർട്സ് ജോണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത്തരമുള്ള ഒരു ട്രൈയും കൂടെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ദ ഫിലിമിന്റെ പ്രോസസ്സിൽ നമ്മൾ വളരെ കോൺഫിഡൻറ്റ് തന്നെയായിരുന്നു. കഷ്ടപ്പാട് മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല, അവരെ ഈ പറയുന്ന തരത്തിൽ ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും അവരെത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുവിധം പോപ്പപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി. ഏകദേശം ഒരു 6 മാസം നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പോലെ ഇപ്പം പീക്ക് നിൽക്കുന്ന ഒരാള് അയാളുടെ 6 മാസം ഇൻവെസ്റ്റ് ചെയ്യുവാണല്ലോ. അപ്പം ബേസിക്കലി അതെങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടത്? അത് ഭയങ്കര ഒരു ഉത്തരവാദിത്വം കൂടെയാണല്ലോ. ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ അത് ഒരു ആർട്ടിസ്റ്റ് നമ്മളെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ, ഒരു 6 മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ റെഡി ആകുമ്പോൾ, ഒരു ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പേര് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടും. അവര് അത്രയും ഒരു, എനിക്ക് തോന്നുന്നു സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ പ്രോപ്പറായിട്ട് എനിക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വിശ്വാസം സിനിമയോടും ബാക്കി കഥയോടും വന്നതും അവരതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൂ. നെസ്ലൻ ഇതുവരെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു നെസ്ലൻ. നമ്മൾ വേറെ ഒരു ആർട്ടിസ്റ്റുകളിലേക്കും അങ്ങനെ ഒരു ജോജോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി പിച്ച് ചെയ്തിട്ടില്ല. എന്തോ അദ്ദേഹം അത് ആദ്യമായിട്ട് കേട്ടു, ഓക്കെ പറഞ്ഞു, പിന്നെ എല്ലാം കൂളായിട്ട് പോയി. സിക്സ് പാക്ക് നായകനോ? അല്ല, അത് ഒട്ടിച്ചിട്ടില്ല. അത് അല്ല, ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല ഈ ജേർണിയിൽ
ഇവരെല്ലാവരും തന്നെ ആ കട്ടയ്ക്ക് കൂടെ നിന്നതുകൊണ്ടാണ് ആ സ്ക്രീനിൽ അതിൻ്റെ ആ രസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളി ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര. പ്രത്യേകം ക്ലാസ്സിന് കൊണ്ടുപോകുന്നതാണോ? ആ ഹാ ഹാ തീർച്ചയായിട്ടും റഹ്മാൻ ഖാ ഉണ്ട് അവിടെ, പിന്നെ നമ്മളുടെ ഡയലോഗ് റൈറ്റർ രതീഷ് ഏട്ടനുണ്ട്, പിന്നെ ഈ കൂട്ടത്തിൽ ആരാ അതിന്, അല്ല ജിംഷിക ഒഴികെ പോരെ. ഒരു സിനിമാട്ടോഗ്രാഫർ എന്ന നിലയിൽ ആലപ്പുഴ ജിംഖാന പോലെ ഇത്രയും ആളുകളുള്ള സിനിമ, ഈ സിനിമയുടെ പ്രത്യേകത നസ്ലിനൊരു നായക സ്ഥാനത്തുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഒന്നിനൊന്ന് മികച്ച റോളുകളാണ് റൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പേരുള്ള സിനിമ, ഇത്രയും നല്ല റോളുകളുള്ള ആളുകളുള്ള സിനിമ, ക്രൗഡുള്ള സിനിമയൊക്കെ ഒരു സിനിമാട്ടോഗ്രാഫർ എന്ന നിലയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചാലഞ്ചിങ് ആണ്? അതായത് ചോദ്യം ഇപ്പോൾ ഒരു സീനിനകത്ത് ഈ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള മൾട്ടിപ്പിൾ ആക്ടേഴ്സ്, അതായത് 5ഉം 6ഉം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ടേഴ്സ്, ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് ഉള്ള ആക്ടേഴ്സ് തമ്മിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളത് കമ്പോസ് ചെയ്യും? 1-2 പേര് വർത്തമാനം പറയുന്നത് പോലെ അല്ലല്ലോ എന്നുള്ളതായിരുന്നു. യെസ്, അത് ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഈ പടം തുടങ്ങിയ സമയത്ത് ഞാൻ റഹ്മാൻ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺസ് നമ്മൾ ഒരു ലൊക്കേഷനിൽ തന്നെ ഇൻറ്റീരിയർ, എസ്പെഷ്യലി ഇൻറ്റീരിയർ, എനിക്ക് തോന്നുന്നു ജിമ്മാണെന്ന് തോന്നുന്നു, നമ്മളൊരു സീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, റഹ്മാൻ ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് നടത്തുവാണ്. പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉള്ള പ്രിപ്പറേഷൻ നടത്തുമ്പോൾ പോലും നമുക്കൊരു ആ സീൻ എത്ര മിനിറ്റ് വരെ പോവാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു മിനിറ്റ് സീനാണെങ്കിൽ നമ്മൾ ആ ഷൂട്ട് തീരുമ്പോഴും നമ്മളത് 1 മിനിറ്റിലേക്കുള്ള കണ്ടന്റ് ആക്കി നിർത്താൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ ഇത്രയും പേരുള്ളപ്പോൾ വി ഹാവ് ടു എക്സ്ചേഞ്ച് ലൈക്ക് ലോഡ് ഓഫ് ഷോട്ട്സ്. എല്ലാവരുടെയും ഷോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും സജഷൻസിൽ വൈഡും 3/4 ഷോട്ടുകളും ഇൻഡിപെൻഡൻറ്റ് ഷോട്ടുകളും ക്ലോസപ്പുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് ഇനിഷ്യലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഇനിഷ്യലി ഇൻ ദ സെൻസ് സെക്കൻഡ് ഷെഡ്യൂളിലാണ് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ആക്ഷൻ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത്. മോർ ടോക്കി സീൻസും ഇവരുടെ കോമ്പിനേഷൻസ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സീൻസ് നമ്മൾ ചെറിയ ലൊക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലാണ്. ബട്ട് ഗ്രാജ്വലി നമ്മളത് ട്വീക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. ഗ്രാജ്വലി നമ്മളത് ട്വീക്ക് ചെയ്തു. പക്ഷേ നമ്മളെല്ലാ ആർട്ടിസ്റ്റിനെയും വിളിച്ചിട്ട് തന്നെ നമ്മൾ ഒരു സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ന ആൾ ഇവിടെ ഇരിക്കൂ അല്ലെങ്കിൽ ഇന്ന ആൾ അവിടെ നിന്നാൽ മതി എന്ന് പറയുന്ന പോലെയല്ല. നമ്മൾ എല്ലാ ആക്ടേഴ്സിനെ വെച്ചിട്ട് ആ സ്പോട്ടിൽ സ്ക്രീൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലും ഐ മീൻ അവർക്കൊരു ലിബർട്ടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. എടാ ഇതിപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുക, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്ന ഒരു പ്ലേസ്മെൻറ്റിൽ നമ്മളത് ട്വീക്ക് ചെയ്തെടുത്തു എന്ന് വേണം പറയാൻ. താങ്ക് യു, ഗുഡ് ക്വസ്റ്റ്യൻ മാൻ. ടൈറ്റിൽ അല്ല, ബേസിക്കലി ടൈറ്റിലിനെ കുറിച്ച് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസിഷനൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് വന്ന കേസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വൺസ് ഇറ്റ് കംസ് ടു ദ പാലറ്റ് ആൻഡ് ദ കളർ ടോൺ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പം നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് എന്താണോ അത്രയും ക്ലിനിക്കലായിട്ട് നമ്മളതിൻ്റെ ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല. ബട്ട് യെസ്, പാലറ്റിനെ കുറിച്ചൊക്കെ ഒബ്വിയസ്ലി നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. സോറി. ശരി. ഒന്നും ചെയ്തിട്ടില്ല, നത്തിങ്. അതായത് ജിംഖാനയിൽ എസ്പെഷ്യലി ഞാനൊരു ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ മനസ്സിലാവും, ഞാൻ ഇപ്പോൾ പ്രോബബ്ലി ഒരു ട്രൈപോഡ് പോലും യൂസ് ചെയ്തിട്ടില്ല. ടെക്നിക്കാലിറ്റി അറിയുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, ഞാനൊരു റോപ്പ്, ഒരു റബ്ബർ റോപ്പ് ടോപ്പിൽ നിന്ന് റിങ്ങിൻ്റെ നടുക്ക് ടോപ്പിൽ നിന്ന് ഒരു റബ്ബർ റോപ്പ് ഇറക്കിയിട്ട് അതിലൊരു ഫിഗ്രിക്കിനകത്ത് ബ്രെയിനും ലെൻസും മാത്രം വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ മൂവി ക്യാമറയിൽ സൗണ്ടിൻ്റെ അതിൻ്റെ ചെറിയ കോമ്പണൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ചെറിയ ചെറിയ കോമ്പണൻസ് ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടും, അതിൻ്റെ വോളിയം കൂടും. അതൊക്കെ മാക്സിമം ചെറുതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ദ ബ്രെയിൻ ആൻഡ് ദ ക്യാമറ. പിന്നെ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ബട്ട് യാ, ക്വസ്റ്റ്യന് ഞാനത് ഒന്നും ചെയ്തിട്ടില്ലടാ, ഹാൻഡിൽഡ് ആയിരുന്നു മൊത്തം.
ഉം, 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 ഉം. ഇല്ല, ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. കാര്യം വെച്ചാൽ നമ്മളവിടെ ആലപ്പുഴ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ബേസിക്കലി നമ്മൾ കണ്ട ലൊക്കേഷനിൽ ഏതൊക്കെ ലൊക്കേഷൻ കണ്ടു അതിൽ ഏതൊക്കെ ഓക്കെ ആയി അവിടെ എത്ര നല്ല ക്ലിനിക്കലായിട്ടുള്ള ഫ്രെയിം വെക്കാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും മുകളിൽ വർക്ക് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഇറ്റ്സ് വെരി ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പടം വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫാൻസി ആയിട്ടൊന്നും അതിൽ കാണാനും പറ്റില്ല. ഇറ്റ്സ് വെരി കണ്ടംപററി ആണ് ഇപ്പോഴും സിനിമ. ഫസ്റ്റ് ഹാഫ് ഒക്കെ അല്ലേ വളരെ ലൈറ്റ്, അനുരാഗരിക്കും വെള്ളത്തിനേക്കാൾ ലൈറ്റാണ് ഫസ്റ്റ് ഹാഫ്. ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അത്രയും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉള്ളൂ. പ്ലസ് ടുവിൽ പഠിക്കുന്ന പിള്ളേരല്ലേ, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു. ചേട്ടാ, ഈ സിനിമയില് ഒരു ഡയറക്ടർ മാത്രമല്ല, ഒരു നിർമ്മാണ പങ്കാളിയും കൂടിയാണ്. അവർ 6 മാസത്തെ പ്രോസസ്സ് വേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ലവർ ബോയ് ആയിട്ടൊക്കെ നല്ല കോമഡി ഒരുപാട് കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വരുമ്പോഴൊക്കെ ഗൗരവം കാണിക്കാറുണ്ടോ? അസലനെ എങ്ങനെ മാനേജ് ചെയ്തു? അല്ലെങ്കിൽ ഈസി ആയിരുന്നു? എല്ലാം ഓക്കെ എന്നായിരുന്നു? ഇല്ല, അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു 30 സെക്കൻഡ്സ് 1 മിനിറ്റ് എക്സ്ട്രാ സ്പാർ ചെയ്യും. സ്പാർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സേഴ്സ് തമ്മിൽ പരസ്പരം ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് സ്പാറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ബാക്കിയെല്ലാം ശരിയാവും. അല്ല, അവൻ അസലന് റെഡി കൊണ്ടിട്ടുണ്ടോ? എല്ലാം ക്യാമറ ട്രിക്കല്ലേ, കൊണ്ടേക്കുന്ന ഇടിയല്ലോ. പിന്നെ നസ്ലനോട് ഒരു ചോദ്യം. ഇപ്പൊ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് 4 സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു. ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും. അപ്പോ മമ്മൂക്കയുടെ ബസൂക്കയുണ്ട്. അപ്പോ നസ്ലന്റെ ആലപ്പുഴ ജിംഖാനയാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന്. പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്കയുടെ ബസൂക്കയായിട്ടാണ് ക്ലാഷ് റിലീസ്. പക്ഷെ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം. പക്ഷെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ മമ്മൂക്ക, ഒരു നടൻ, വളർന്നൊരു നടൻ. അപ്പോൾ നസ്രന് ആദ്യമായിട്ടാണ് തോന്നുന്നു മമ്മൂക്കയുടെ ഒരു റിലീസ് വരുന്നത് നസ്രന്റെ കരിയറിൽ. അപ്പൊ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിച്ചില്ല. ഒന്നാമത്തെ സമയം കിട്ടിയില്ല ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഇതിൻ്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞിട്ട് വേണം ബസൂക്ക ആണെങ്കിലും മരണമാസമാണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് റഹ്മാൻകാട് ചോദിക്കേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു പരിപാടി ക്യാരക്ടറല്ല അതിൽ ആലപ്പുഴ ജിംഖാന +2 ഒരു വിദ്യാർത്ഥി കുറച്ചും കൂടെ മിനിമലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ എല്ലാം റഹ്മാൻകാടെ ഒരു അനുഗ്രഹം തോന്നുന്നത്. എന്താ സിനിമയില പിന്നെ ഇല്ല, ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല. കാരണം ഒരുപാട് ജോലികൾ വേറെ സൈഡിലുള്ള ഉണ്ടായിരുന്നതുകൊണ്ടും ചെയ്യാൻ അറിയാവുന്നവർ പടത്തിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ടും ചെയ്തില്ല. ഗണുവിൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഈ പിള്ളേരുടെ കൂടെ അത്ര സെയിം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. കേണോ
അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇവർ വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. എനിക്കും അറിയാൻ പറ്റില്ല ഇതെന്താണെന്ന് അടുത്ത്. അപ്പോൾ ആലോചനകൾ നടക്കേണ്ടാവുള്ളൂ. അപ്പോൾ അറിയില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോളെ. നമ്മൾ ജാടയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയും. സെക്കൻഡ് പാർട്ടിന്റെ ഇല്ല, നമ്മൾ ഇതുവരെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല നിലവിൽ. അല്ല, അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് ഞാൻ പിക്ക് ചെയ്യാൻ കാരണവും അതാണ്. ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മൊത്തത്തിലുള്ള മൂഡ് വേറെയാണ് പടത്തിൻ്റെ. അപ്പോൾ അതിനാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ചത് ഈ പ്രൊജക്റ്റിൽ. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനിൽ കണ്ട എല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളത്. അതൊക്കെ പോയി പൊട്ടിച്ചായിരുന്നു. അല്ല, അത് എന്താന്ന് വെച്ചാൽ അത് 6 മാസത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അലി ഷിഫാസ് എന്ന് പറഞ്ഞ ട്രെയിനറായിരുന്നു ഞങ്ങളെ വർക്ക് ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ അവരൊക്കെ അങ്ങനെ അത്രയും പ്രഷർ തന്നുകൊണ്ട് വേറെ വഴി ഉണ്ടായില്ല. അങ്ങനെയായിരുന്നു. ആ പറഞ്ഞവരെ കൊണ്ട് വിളിക്ക്. ഒരുമിച്ചുള്ളപ്പോൾ പറഞ്ഞു കണ്ടാ ഇല്ല ഇതിലങ്ങനെ ശരി ഒരു തവണ ഉണ്ടായിട്ട് തോന്നുന്നുണ്ടല്ലേ. അല്ല, അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്ന പറഞ്ഞാൽ അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് അങ്ങനെ തോന്നണം, അങ്ങനത്തെ ഷോട്ടായിരിക്കും. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാം കൊടുത്തുകൊണ്ട് ഇത് സിനിമയാണല്ലോ, എല്ലാം ടച്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ടുകളിൽ ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ഷോട്ടിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ, അത് ഓർമ്മയില്ലേ? ഉണ്ടായിട്ടുണ്ട്. അതിന് എത്ര രൂപയാണ് മുടക്ക്, എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത്, അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്നു പോകുന്നൊരു ഘട്ടം വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ ഒരു തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതിയത്, തൻ്റെ സിനിമ ഇത്ര കോടി കളക്ട് ചെയ്തു, എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്ര കളക്ട് ചെയ്തത്, ഇപ്പം ആലപ്പുഴ ജിങ്കാറെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ഇറക്കാനുള്ള സാധ്യത നമ്മൾ കാണും. അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്ന് താങ്കൾ നിർമ്മാതാവും കൂടെ ആകേണ്ടത് അത് സിനിമയൊക്കെ ബാധിക്കും. ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സിനിമയുടെ റൈറ്റ്സുകൾ ഇത്ര എമൗണ്ട് ആ തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു നടനെ ബാധിക്കും. ആ നടന് സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടുന്നതും ആ നടനെ ഭാവിയിൽ ബാധിക്കും. താങ്കൾ നിർമ്മാതാവാണ്, ഡയറക്ടറെ ബാധിക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. അത് തുടർന്നാൽ സിനിമയ്ക്ക് മോശമാകും. ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങൾ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് മുമ്പുള്ള സിനിമകളൊക്കെ വേറെ നിർമ്മാതാക്കളാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മാസാവസാനമോ പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നത്. അവരത് വിട്ടാലാണ് ഇനി എൻ്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എൻ്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഹൈദർക്ക പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ലാസ്റ്റ് ഒരു 6 മാസം 7 മാസമൊക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്റ്റ് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല.
നമുക്ക് നോക്കി നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷൻ്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ്. ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യം ചർച്ചയാവുന്നു. നെറ്റിലൊക്കെ നിങ്ങൾ ഇതിന്റെ വിജയത്തിന്റെ പോയി അപ്പോൾ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നു, അത് ഇത് നിയന്ത്രിക്കണം, ഇതിനൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സിനിമയുടെ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ ആ പ്രതിഫലം നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട് അല്ലെ? നമ്മുടെ സിനിമ വിജയിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതിഫലം കൂട്ടാം. അപ്പൊ അതിനെതിരെയും ഒരു ശബ്ദം ഉയർത്തും. ഒരു സിനിമ വിജയിച്ചാൽ ആ നടൻ വീണ്ടും പ്രതിഫലം കൂട്ടുന്നു, 1 കോടി മേടിക്കുന്ന ആൾ 2 കോടി മേടിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള യുവ തലമുറയ്ക്ക് അത് ബാധകമാവുന്നുണ്ട്. അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നെസിൽ എന്നൊരു ആക്ടർ, അത് ഗണപതി ഉൾപ്പെടെ പറയണ്ട കേട്ടോ, നിങ്ങളെല്ലാവരും പറയേണ്ട ആൾക്കാരെല്ലാം നല്ല ആക്ട്രൈസ് ആണ്. അങ്ങനെ വരുമ്പോൾ 200 കോടി 100 കോടിയൊക്കെ പറയണം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട്. എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ എന്നെ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഓണായി വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലൊരു സൂപ്പർ സ്റ്റാർ അദ്ദേഹമാണ്. എന്താ ചോദിച്ചതെന്ന് പറഞ്ഞേ? എനിക്ക് തോന്നുന്നു ഞാൻ അതിപ്പോൾ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതിഫലം കൂടുതൽ കൂടുതൽ കറക്റ്റ് പൈസ പേ വാങ്ങുള്ളൂ. അപ്പോൾ അത് ഓക്കെയാണ്. അത് ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അറിയില്ല എങ്ങനെ. ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുമ്പോൾ ഒരു വിഷയമാണ് ഒരു താരത്തിന് ഉണ്ടാകുന്നത്. വാർത്തകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല. അത് നമുക്ക് അറിയുമ്പോഴല്ല അതിൻ്റെ അത്തരം സ്റ്റാർസൊക്കെ അത് വാങ്ങുമ്പോഴായിരിക്കും അറിയില്ല. ഇനി അങ്ങനെ ആകുമ്പോൾ ഞാൻ നോക്കാം. അപ്പം ഞാൻ ഇതിന് ആൻസർ പറയാം. ഇതൊക്കെ പരാതിപ്പെടേണ്ട കാര്യമുള്ളൂ. ഇല്ലില്ല, എനിക്ക് അങ്ങനത്തെ പരാതികളോ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളിപ്പോൾ എനിക്കറിയില്ല, ആ അത്തരം മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഹാപ്പിയാണ്. ഇപ്പം ഉണ്ടാകുന്ന പരിപാടികളിലൂടെ നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളല്ല. അതുകൊണ്ടാണ് ഉറപ്പായിട്ടും നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര കാലം ഞാൻ ചെയ്തതൊരു ഹ്യൂമർ, ഇതിലാണ് ഞാൻ കുറച്ച് സട്ടിലായിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത്. അപ്പം നമ്മൾ തിരിച്ചറിയാനും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുക. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മാസ് അത് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസിനെ അത് കുറച്ചും കൂടെ ഹുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സീനുകളാണല്ലോ ഡെവലപ്പ് ചെയ്യുക. ക്യാരക്ടറിനെയും സീനിനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ അതിനെ ആ ഒരു ലിഫ്റ്റിലേക്ക് വരിക. അപ്പോൾ ആ എഴുത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രീ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 40 to 50% നമ്മളത് പ്രിപ്പയർഡ് ആയിരിക്കും. അതിൻ്റെ മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം അത് കൺസീവ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാപ്പബിലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവർ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ, അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിന് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതികൾ, അതിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മളും പ്രേക്ഷകരാണ്, സിനിമാ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോടും. ഇയാൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷനും കൂടെ ചേരുമ്പോഴാണ് ഈ പറയുന്ന കാസ്റ്റിംഗ് സംഭവിക്കുന്നത്.
ലുക്കും അല്ലല്ലോ മമ്മൂട്ടി, അത് വേറെ ആളല്ലേ. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കായുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് ഇത്തരം ഒരു സിനിമയല്ല. നിങ്ങൾ കണ്ട പോലെ ഉണ്ടാന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സിനിമയ്ക്ക് അത് അത്രയും മതി, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അത്തരം പെർഫോമൻസിനെയും ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അത് ശരിയല്ല. അതുകൊണ്ടാണ് ഒരു യുവനടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദിലീപേട്ടന്റെ ഒക്കെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ എങ്ങനെയാണ്? ആരോപണങ്ങളാണോ അത്? നല്ലതല്ലേ? അല്ല, ഒരിക്കലും ഞാൻ അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല എന്ന് ഉള്ള സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട്. പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളുമല്ല. ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം, എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ, ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഞാനും കണ്ടു, അത് ട്രോൾ വീഡിയോ ഒക്കെ അല്ലേ, നല്ല രസമുണ്ട്. അല്ലാതെ അവിടുത്തെ ഓഡിയൻസ്, തെലുഗു ഓഡിയൻസ് പറഞ്ഞതാ, ഞാനായിട്ട് പറഞ്ഞതല്ല. എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബാലയ്യാന്ന് വിളിക്കാൻ പറ്റൊന്നുമില്ലല്ലോ. അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയ്യയുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നുകൊണ്ട് പറഞ്ഞതാണ്. സത്യമായിരുന്നു. ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത്. അവർക്കൊരു 2 സ്കെഡ്യൂള് ഈ ഞങ്ങളുടെ സിനിമയുടെ ഇടയിൽ വേണമായിരുന്നു. അതപ്പോൾ അത് വലിയൊരു സിനിമയാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. അജിത് സാറിൻ്റെ മോൻ. യെസ്. ഇവിടെ കൂടെ എന്ന് പറയാനുള്ളത്. അങ്ങനെയല്ല, ആ ഒരു പ്രോസസ് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്, ക്യാരക്ടേഴ്സിന്റെ ഇറങ്ങിച്ചെല്ലുന്നുണ്ട് അവരുടെ സംഭാഷണങ്ങളിലേക്ക്. ഇല്ല, എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. റഹ്മാൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഗ്രൂമിങ്ങിൽ ഇവരെല്ലാവരും സെറ്റായിരുന്നു. പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ കളിയായിക്കൊണ്ടിരുന്നത്. ഈ പിള്ളേർ ആണ്, അവരൊന്നും വേണമെങ്കിൽ ഞാനെന്തൊരു ചൂടായി ആ തന്തവിവാന്ന് പറയും, ആ കൈൻഡ് ഓഫ് പറഞ്ഞ ഞാൻ എന്ത് പറഞ്ഞാലും അതിനെല്ലാത്തിനും ഒരു കൗണ്ടേഴ്സൊക്കെ അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അവരിലേക്ക് എടുക്കണേക്കാൾ അപ്പുറം റഹ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നു. പലപ്പോഴും ഞാൻ ഓരോ ആർട്ടിസ്റ്റിൻ്റെ കൊണ്ടുപോയി സ്ക്രിപ്റ്റ് കൊടുക്കുന്ന പരിപാടി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. റഹ്മാൻ്റെ സ്ക്രിപ്റ്റ് കൊടുക്കുക, റഹ്മാനത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ റഹ്മാനായിരിക്കും എല്ലാവരോടും അത് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നീട് അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സിലൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടി വരിക. അല്ലാതെ ഞാൻ പോയി ഇവരുമായിട്ടിരുന്നിട്ട് സ്ലാങ് കണ്ടുപിടിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അല്പം കൂടെ എളുപ്പമായിരുന്നു പരിപാടി. ഭയങ്കര ഡയലോഗ് എഴുത്തിനൊരു ഭാരം അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ സീനുകളെല്ലാം റഹ്മാൻ തലേദിവസം രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാളെ ഷൂട്ട് ചെയ്യാൻ പോണ സീൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞ് തരിക. അപ്പോൾ അത് പക്ഷേ അതൊരു രസമായിരുന്നു. ഒരു 95 ദിവസവും അത്ര ഒരു ചർച്ച ഡിസ്കഷനൊക്കെ ഫുൾ ടീമായിട്ടൊക്കെ ഈ സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും ദിവസവും ഷൂട്ട് കഴിഞ്ഞെത്തുന്നത് ഒരു 3 മണിക്കാണെങ്കിൽ 4 മണിയാകുമ്പോൾ എല്ലാവരും വന്നിരുന്നു 1 മണിക്കൂർ ആ സിനിമ നാളെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനിനെ കുറിച്ചൊരു ഡിസ്കഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നിയത് ഈ സിനിമയിൽ. റഹ്മാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, ഇതിലെ നിർമ്മാതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഡീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയോടെയാണോ നിങ്ങൾ നോക്കിക്കണ്ടത്? നസ്ലൻ തന്നെ ഒരു അധ്യാപകരെ മുന്നിലിരിക്കുന്ന പൗദ്യതയ്ക്ക് ഇടയ്ക്ക് വന്ന സമയത്ത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡീലിംഗ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗരവക്കാരനാണോ കാലത്ത്? ഇല്ല, ഞാൻ അധികം എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഞാൻ ഫാലിമി എന്ന് പറയുന്നൊരു സിനിമയാണ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വന്നൊരു സിനിമയാണ് റഹ്മാനിക്കയുടെ സിനിമ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇൻഹ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന റഹ്മാനിക്ക എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷേ ഷൂട്ടിൻ്റെ ആദ്യത്തെ ഒരാഴ്ച തന്നെ അത്രയും പോകേണ്ടി വരുന്നില്ല. നമ്മൾ ആദ്യമേ ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് തന്നെ റഹ്മാനിക്ക നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോസസ്സിൽ നമ്മളെല്ലാവരും
ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഇടപഴകിക്കൊണ്ടിരുന്നത്. അപ്പം ഡയറക്ടർ സീറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റഹ്മാനൊക്കെ എന്തായാലും ഒരു ബ്രദറിനെ പോലെയാണ്. അതുകൊണ്ട് അത്രയും പാടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആലപ്പുഴ ജിംഖാന നൽകിയ എക്സ്പീരിയൻസ്? ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയിലൂടെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിയെന്ന് പറയാം. ഈ സിനിമയിലേക്ക് എത്തിയത് ഓഡിഷൻ വഴി തന്നെയാണ്. ഒരു 3 റൗണ്ട് എനിക്കുണ്ടായിരുന്നു. നന്ദയ്ക്ക് ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു. അനഘയുടെ എനിക്കറിയില്ല. പക്ഷേ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വരെ എത്തിയത്. സോ നല്ലൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അന്നാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ എനിക്ക് ചെറിയൊരു മലയാളം പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇറ്റ് ഓൾ വെൻറ്റ് സ്മൂത്ത്ലി. സോ വി ആർ ഹിയർ. സെയിം ക്വസ്റ്റ്യൻ. ഞാനും സെയിം ആൻസർ. ഞാനും ഓഡീഷൻ വഴിയാണ് വന്നത്. ആൻഡ് എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇത്രയും നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഫസ്റ്റ് മൂവിയിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ലക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഐ എം ലക്കി ആൻഡ് കുറേ പഠിക്കാൻ പറ്റി. അങ്ങനെ യെസ്, എനിക്ക് ആദ്യം ഇവരുടെ അസോസിയേറ്റ് ആണ് കോൾ ചെയ്യുന്നത്. ആരാ സജസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല. പേര് പറഞ്ഞ കാതിൽ കണ്ടിട്ടാണെന്നാണ് വിചാരിക്കുന്നത്. എനിവേസ് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബോക്സറിന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ വാസ് എയിമിങ് ദാറ്റ്. അത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റ് ചെയ്ത് ഒരു സ്ക്രീൻ ടെസ്റ്റും കൂടി കഴിഞ്ഞാണ് കൺഫേം ചെയ്യുന്നത്. അങ്ങനെ യെസ്, ബിക്കേം എ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി ഇവിടെ ഉണ്ടായിരുന്നു ഇവരൊപ്പം. അതങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം അത് ഞാനങ്ങനെ അതൊരു ജാടയ്ക്ക് വേണ്ടിയിട്ടോ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തോ പറഞ്ഞതല്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യുകയും അതിൻ്റെ ഔട്ട്പുട്ട് നന്നായിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അത് തന്നെയുള്ളൂ അതിൻ്റെ ഒരു റീസൺ ആയിട്ടുള്ളത്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുവിധം എല്ലാവരെയും തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അത് ഷോൺ, അടുത്തിരിക്കുന്നത് മിസ്റ്റർ സമീർ. അദ്ദേഹം ഈ സിനിമയിൽ എൻ്റെ കോ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പാണ് ഈ സിനിമയുടെ ഇതുവരെയുള്ള. അദ്ദേഹം മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള സുബീഷുണ്ട്, ജോബിനുണ്ട്. അവരൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കയറിയിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം സന്ദീപ്. ഇത് ശ്രീനിയാണ് ഈ സിനിമയുടെ തിരക്കഥ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് തുടക്കം മുതൽ ഈ സിനിമയിൽ ആദ്യം ജോയിൻ ചെയ്ത ഒരു ടെക്നിക്കൽ റൈറ്റർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു കക്ഷിയാണ്. ഇത് പിന്നെ അറിയാലോ, ഇവരൊക്കെ ആക്ടേഴ്സാണ്. പുറകിലിരിക്കുന്നവരെ നിങ്ങൾക്കറിയാം. ജോഫിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോഫിലിൻ്റെ ടീമിൻ്റെ ഹെൽപ്പുമാണ് ഈ സിനിമ ഇവിടെ ഇത്രയും എത്തി നിൽക്കാനും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സക്സസ് കിട്ടാനും കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞങ്ങളുടെ ഇൻവിറ്റേഷനിൽ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഡയറക്ടറുമാണ്. പക്ഷെ അത് കത്രിയ വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്വാതന്ത്ര്യം നശിക്കുകയാണ്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നൊരു ക്രിയേറ്റീവ് പേഴ്സൺ എന്ന ലെവലിൽ ചോദിക്കുക, ഈ സെൻസർഷിപ്പ് അല്ലെങ്കിൽ അതിൽ കത്രിയ വെക്കുന്ന പരിപാടി മോശമാണോ? സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അവരൊരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാവും, ചീത്തവശങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. ഞാൻ ക്രിയേറ്റീവായിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പേഴ്സണലി അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ, ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാനത് ചിന്തിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നല്ല രീതിയിൽ
അത് മോശമാവാനോ ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല. കാരണം സിനിമ എന്ന് പറയുന്ന ബിഗ് മീഡിയ ആണ്, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ കാണുന്നുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിൻ്റെതായ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ്. ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തിവെക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എതിർ ദിശയിൽ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണല്ലോ. ഒരുപാട് ഡിസ്കഷൻസ് നടന്നു എന്നേ ഉള്ളൂ, അതിലൊന്നും ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തായിരിക്കും അടുത്ത സിനിമ എന്നുള്ളത്. ഇനിയെങ്കിലും വേറൊരു സിനിമ ചെയ്യണം, നല്ലൊരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ താങ്ക് യു സോ മച്ച്.